ഡോക്ടർ ഇതൊന്നും വായിച്ച് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തന്നിട്ടില്ല. ഈ ഡോക്ടർ ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് അന്നെ ഡോക്ടർ പറഞ്ഞു, അതായത് ക്രിട്ടിക്കലാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം മെയിൻ ലിഗ്മെന്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, മെയിൻ ആയിട്ടുള്ള ലിഗ്മെന്റും പിന്നെ സൈഡത്തെ 2 ലിഗ്മെന്റും ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ലിഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയും ചെയ്തിട്ടുണ്ട്. സൈഡത്തെ 2 ഏകദേശം തീരുമാനമായിക്കണ്. ഇത് അന്ന് പോലും പറഞ്ഞാണ്. പക്ഷെ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തന്നെ ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് അല്ലാതെ എനിക്ക് നോർമൽ ഇതിലൊക്കെ നടക്കുന്നോണ്ട് കുഴപ്പമില്ല, ചെറിയ രീതിക്കൊക്കെ തട്ടിപ്പ് പറഞ്ഞാണ് നടക്കാം. പക്ഷെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാവില്ല എന്നാണ് പറഞ്ഞത്. ലിഗ്മെന്റ് എന്തായാലും കൂടി ചേരില്ല. കാരണം അത് അമ്മാതിരി പൊട്ടലാണ്. ചെറിയ രീതിക്കുള്ള പൊട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി ചേരുകയാണെങ്കിൽ, പക്ഷെ ഇത് ഒരു വിധത്തിലും കൂടി ചേരില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി പോകണം. പക്ഷെ ആ മുട്ടിന്റെ ഉള്ളില് ആ പൊട്ടിയിട്ട് ആ ലിഗ്മെന്റിന്റെ ഉള്ളിലൊരു ചെറിയൊരു മുഴ പോലെ ഉണ്ട്. അത് കളയണം. അതായത് ചെറിയൊരു ദശ വളരുന്നുണ്ടല്ലോ, ദശ പോലത്തെ ഉണ്ട്. അപ്പൊ നല്ല വേദനയാണ്. പിന്നെ ഈ കാല് മുഴുവനും ഭാരം വരുന്നപ്പോ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കട്ടെ. അതില് പിന്നെ ഈ കാലിനല്ലേ ഇടത് കാൽമേലാണ് കൂടുതൽ ഭാരം വരുന്നത്. അപ്പൊ രാവിലെ നീക്കുമ്പോഴും ഇപ്പോഴും കാല് നല്ല അടിഭാഗം നല്ല നമ്മളീ മടമ്പിന്റെ ഭാഗല്ലേ നല്ല സൂചിയിട്ട് കുത്തുന്ന മാതിരത്തെ വേദന അതെപ്പോഴും ഉണ്ട്. അപ്പൊ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാലങ്ങനെ മുക്കണുണ്ട്. അപ്പൊ ചെറിയൊരു ആശ്വാസം, എന്നാലും വേദനയാണ്. ഇപ്പൊ 2 കാലും ഭയങ്കര വേദനയാണ്. എന്താ ചെയ്യാ, ഒരൊത്തം പിടിയില്ല. ഒരാൾക്ക് കാലും. ഉമ്മാക്ക് പിന്നെ ഉരവേദനയാണ്. പിന്നെ അതുമല്ല മുട്ടിന്റെ കാര്യം പറഞ്ഞത് ഇതും പിന്നെ മുട്ടിന് തേയ്മാനം ഉണ്ട് എന്നാ പറഞ്ഞത്. അതിലുണ്ട്. ആ ഇത് വായിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞു തന്നല്ലേ, തേയ്മാനം എന്ന് പറഞ്ഞാൽ തെയ്യം എങ്ങനെ തെയ്യ ഈ മറ്റേ മുട്ടും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട്. ആ അതെ, പാടല്ലാതെ, അതായത് അവിടെ ഒരു പാടല്ലാതെ നടന്നു കഴിഞ്ഞത് അരിച്ച് ഇതാവല്ലേ ചെയ്യാ. ഉമ്മാക്കും അതേപോലെ തന്നെ. ഇനിയിപ്പോ എന്താ ഉമ്മാക്ക്, അപ്പൊ ഞാനിങ്ങനെ തെറാപ്പി ചെയ്തപ്പോ ഉമ്മാക്കും ഒരു പൊതി, ഉമ്മാക്ക് ഉരവേദന ഉണ്ടായി. അപ്പൊ അപ്പൊ ഉമ്മാനോടും പറഞ്ഞു എക്സ്റേ എടുത്ത് വരും, എന്നാലേ നമുക്ക് ഇത് എന്താന്ന് അറിയുള്ളൂ, തെറാപ്പി ചെയ്യണമെങ്കിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞേക്കണേ. അപ്പൊ ഞാനെന്താ അറിയോ, പിന്നെ തെറാപ്പി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല എന്നാ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ തെറാപ്പി ഇനി ചെയ്യണില്ല എന്ന് തീരുമാനിച്ചു. അല്ല അപ്പൊ എന്താ വെറുതെ പൈസ കൊണ്ടേ കൊടുത്തിട്ട് എന്താ കാര്യം. അത് നമ്മള് എത്രയും പെട്ടെന്ന് ചെയ്യണം, 3 മാസത്തിന്റെ ഉള്ളിൽ ചെയ്യണം എന്നാ അപ്പൊ എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോ ഞാൻ ആകെ ബേജാറായിക്കണം. എന്താ കാട്ടുക, ഒന്നും ഒരു പൊടുത്തമല്ല. ആകെ ടെൻഷനായി. പിന്നെ നിങ്ങളോടൊക്കെ ഇങ്ങനെ ചിരിച്ചുണ്ട് കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ. പിന്നെ അത് പറയട്ടെ, എല്ലാരും വീഡിയോയിൽ ഉമ്മാക്ക് എന്താ ഭയങ്കര എന്താണ് ഇത് എന്നൊക്കെ പറഞ്ഞു. ഉമ്മാക്ക് എനിക്ക് എല്ലാരും പറയുന്നത് ജാടയാണ്, അതുകൊണ്ടാണ് മുണ്ടാത്തേന്ന്. ഒരു ജാടിയില്ല. ഒന്നാമത് കാലേറ്റ് വയ്യ, അതുകൊണ്ടൊക്കെ. എന്നാലും ഇവരൊപ്പം എല്ലായിടത്തും ഞാൻ പോണുണ്ട്. ആ ഒരു ഇതും കൂടെ. പിന്നെ മനുഷ്യനല്ലേ, എന്തെങ്കിലും ഒരു ഇതുണ്ടാവൂലേ. അതേ നിങ്ങളോട് ആരോടും ഒരു ജാടയോ ഒരു ഇതോ ദേഷ്യം ഒന്നും ഉണ്ടായിട്ടല്ല. വേദന സഹിച്ചാൽ വയ്യായിട്ട് ചിലപ്പോ മുഖത്തിനൊക്കെ ചില ഭാവങ്ങളൊക്കെ ഉണ്ടാവും. അത് ചില ഭാവങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, അതുകൊണ്ടാണ്. എല്ലാം ഒന്നും ഉണ്ടായിട്ടല്ല. കാണില്ലടോ, കൊറേ എഴുതി കൊണ്ടിട്ട് എന്താണൊന്നും മനസ്സിലാവില്ല കുഞ്ഞെ. ഈ വിട്ടിങ്ങനെ വെച്ചിട്ടേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണല്ലേ? എല്ലാരും ചോറ് കഴിച്ചോ? എന്താ ഫുഡ്? എന്താണ് പരിപാടി? ഇന്നൊക്കെ എല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്നേക്കാരം. ഗൂഗിൾ പേയില് പൈസ അയച്ചിട്ടുണ്ടാ 500 ഫെമിന പറയുന്ന ഒരു താത്ത ഗൂഗിൾ പേയില് 500 അയച്ചെന്നാണ് വല്യമാക്കും ഉമ്മാക്കും വേണ്ടിട്ട്. എന്താണ് പറയല്ലോ, സന്തോഷം. എല്ലാവർക്കും ആ പൈസ തന്ന എന്താ ഫെമിന നല്ലത് വരട്ടെ മോളെ. എല്ലാ ദ്വായയിലും ഉണ്ട്. എല്ലാരും സഹായിക്കല്ല ഒരു മനസ്സില്ലേ, അതന്നെ വലിയ ഒരുപാട് ബിഗ് സല്യൂട്ട്. എന്താണ് ലൈവില് മെസ്സേജ് നോക്കാത്തെന്ന് പറയുന്നത്? നിങ്ങൾ തന്നെ നോക്കി നോക്കുക. മെസ്സേജ് അതിൽ ഇങ്ങനെ പോകുമ്പോ നമ്മൾ എങ്ങനെയാണ് അതിൽ വായിക്കുക? മെസ്സേജ് നോക്കാന് ഇത് ഉണ്ടായിട്ടല്ല, ക്യാഷ് കിട്ടിയിരിക്കണേ. ഒരു 100 രൂപ നമുക്ക് അയച്ചു നിൽക്കണേ. അതുകൊണ്ടാണ് മെസ്സേജ്. ഫുഡ് വ്ലോഗ്